ഹലോ, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു ജനറൽ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് ടേംസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എറേഴ്സ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് നോക്കാം. അപ്പോൾ എന്താണ് കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പൈലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ടാവും. ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് കൊടുക്കുന്ന ലാംഗ്വേജസിനെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് അല്ലേ. സീലായിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ അല്ലേ. ഇത് എന്ത് ചെയ്യും, ഇതിനെ സിസ്റ്റത്തിന് മനസ്സിലാകേണ്ട വിധത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. അതായത് ഒരു മെഷീൻ കോഡായിട്ട് ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കമ്പൈലർ യൂസ് ചെയ്യുന്നത്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കമ്പൈലർ യൂസ് ചെയ്യുന്നത്. കമ്പൈലേഴ്സിന് ഒരുപാട് ഫേസസ് ഉണ്ട്. ഓരോ ഫേസിലൂടെയും കടന്നു പോയാണ് ഡാറ്റ അവസാനം സിസ്റ്റം അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള കോഡിലേക്ക് മാറുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ അസംബ്ലി ലെവൽ ലാംഗ്വേജിലേക്കാണ് ആദ്യം മാറ്റുക. എന്താണ് ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജ്? നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് എന്താ? ഇപ്പോൾ പ്രിൻ്റ് എഫ് അല്ലേ. പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് ഹലോ വേൾഡ്, ഹലോ. ഓക്കെ, ഇതിനെ എന്താക്കി മാറ്റും? ഫസ്റ്റ് അസംബ്ലി ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റും. അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ. മൂവ്, AX, BX ഇങ്ങനെയുള്ള കോഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ. അപ്പോൾ ഈ ഒരു ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റും. അതാണ് കമ്പൈലർ ഫസ്റ്റ്ലി ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിനെ അസംബ്ലി ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുക. ഓക്കെ, ഇനി നമുക്ക് ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് മൊഡ്യൂൾസ് ആക്കി തിരിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ മൊഡ്യൂൾസിനെയും സെപ്പറേറ്റ് ആയിട്ട് അസംബ്ലർ എടുക്കും. ഓരോ അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും ഒബ്ജക്റ്റ് കോഡ് ഉണ്ടാക്കും. അതാണ് അസംബ്ലർ ചെയ്യുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ കോഡ് ഉണ്ടാക്കും. അതായത് അസംബ്ലർ എന്താ ചെയ്യുന്നത്? അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ റിട്രീവ് ചെയ്തിട്ട് അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അസംബ്ലർ വെച്ചിട്ട് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് അല്ലേ. ഓക്കെ, ഈ ഒബ്ജക്റ്റ് കോഡിനെ ഒരു എക്സിക്യൂട്ടബിൾ കോഡാക്കി മാറ്റുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? ലിങ്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുക? ഹൈ ലെവൽ ലാംഗ്വേജിനെ അസംബ്ലി ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സമയത്ത് ഇത് ഒരു മെഷീൻ കോഡാവും അല്ലേ. ഒരു അസംബ്ലി ലെവൽ കോഡാവും. മൂവ്, AX, BX എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിന് ഓരോ സെപ്പറേറ്റ് ആക്കി മൊഡ്യൂളാക്കി എടുത്തിട്ട് അസംബ്ലർ എന്ത് ചെയ്യും? ഓരോ മൊഡ്യൂൾസിനും ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. ഓക്കെ, ഈ ഒബ്ജക്റ്റ് കോഡിനെ വീണ്ടും എക്സിക്യൂട്ടബിൾ ആക്കിയിട്ടുള്ള കോഡാക്കി മാറ്റും. അതായത് ബൈനറി ഫോമിലേക്ക് മാറ്റും. ഇതാണ് ആര് ചെയ്യുന്നത്? ലിങ്കർ ചെയ്യുന്നത്. ഓക്കെ, ഈ ബൈനറി ഫോം എന്തായിരിക്കും? എല്ലാ ഒബ്ജക്റ്റ് കോഡിൻ്റെയും ഒരു സിംഗിൾ എക്സിക്യൂട്ടബിൾ കോഡാക്കി മാറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഈ ലോഡർ ഈ എക്സിക്യൂട്ടബിൾ കോഡിനെ നമ്മളൊരു മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പരിപാടിയാണ് ലോഡറിനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും എന്താ നോക്കാം. കമ്പൈലർ ആൻഡ് അസംബ്ലർ നിങ്ങൾക്കറിയാം അല്ലേ. ഇനി ലിങ്കർ എന്ന് പറഞ്ഞാൽ യൂസ് ഡ്യൂറിങ് കമ്പൈലേഷൻ പ്രോസസ് ടു ലിങ്ക് ഒബ്ജക്റ്റ് കോഡ്സ് ഇൻ എ സിംഗിൾ എക്സിക്യൂട്ടബിൾ ഫയൽ. ഓക്കെ അല്ലേ. നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റ് കോഡുകൾ ഉണ്ടാവും അല്ലേ. ഈ ഒബ്ജക്റ്റ് കോഡിനൊക്കെ കൂടിയിട്ട് ഒരു സിംഗിൾ എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ജനറേറ്റ് എക്സിക്യൂട്ടബിൾ ഫയൽ ആണ് ആരെ ഫംഗ്ഷൻ? ലിങ്കറിൻ്റെ ഫംഗ്ഷൻ. ലോഡർ ആണെങ്കിലോ യൂസ്ഡ് അറ്റ് ദ റൺ ടൈം ടു ലോഡ് എക്സിക്യൂട്ടബിൾ ഫയൽ ഇൻ ടു മെമ്മറി. ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടബിൾ ഫയൽസിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യിക്കും. ഇതാണ് ആര് ചെയ്യുന്നത്? ലോഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കമ്പൈലർ വീണ്ടും നമുക്ക് ഒരു 2 കാറ്റഗറി ആക്കാം. കമ്പൈലേഴ്സ് ആൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ്. രണ്ടും ഫംഗ്ഷൻ ഒന്നാണ്, പക്ഷേ ചെറിയ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് സോഴ്സ് കോഡ് അല്ലേ, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് C++, ജാവ, പൈത്തൺ ഇൻ ടു എ മെഷീൻ കോഡ് ഓർ അനദർ ലോ ലെവൽ ലാംഗ്വേജസ് ദാറ്റ് കമ്പ്യൂട്ടർ പ്രോസസ് ക്യാൻ ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സിക്യൂട്ട്. അതാണ് കമ്പൈലർ നമുക്കറിയാം. ദെൻ
കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റ് ബോത്ത് ടൂൾസ് ദാറ്റ് ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ലാംഗ്വേജസ് ഇൻ ടു മെഷീൻ കോഡ്. ഇനി എന്താണ് കമ്പൈലർ, എന്താണ് ഇൻ്റർപ്രറ്റർ വ്യത്യാസം? ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കമ്പൈലർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. കമ്പൈലർ യൂസ് ചെയ്യുന്ന കമ്പൈലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യുക? എല്ലാ ലൈൻ ഓഫ് കോഡും വർക്ക് ചെയ്തതിന് ശേഷം, എത്ര ലൈൻ ഓഫ് 1 2 3 4 5 6, ഇത് മൊത്തം വർക്ക് ചെയ്തതിന് ശേഷം, ഈ മൊത്തം കോഡ് ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷം ആണ് കമ്പൈലേഷൻ പ്രോസസ്സ് നടക്കുക. ഓക്കെ, അപ്പോൾ ഈ മൊത്തം പ്രോഗ്രാം നടന്നതിന് ശേഷമേ ഉള്ളൂ ഏതൊക്കെ ലൈനിലാണ് എറേഴ്സ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇൻ കേസ് ഇതാണ് കമ്പൈലർ. ഇനി നമ്മൾ ഇൻ്റർപ്രറ്ററിലേക്ക് വരുമ്പോൾ ലൈൻ ഓഫ് കോഡ്സ് ഉണ്ട് അല്ലേ, നമ്മുടെ കയ്യിൽ ലൈൻ ഓഫ് കോഡ്സ് ഉണ്ട്. ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഓരോ ലൈൻ ഓഫ് കോഡ് വർക്ക് ചെയ്തതിന് ശേഷം ഇത് കമ്പൈലേഷൻ ചെയ്യും. അതിനുശേഷം ഇതിൽ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എറർ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ലൈൻ ഓഫ് കോഡ് വർക്ക് ചെയ്യുള്ളൂ. ഇതും കമ്പൈലേഷൻ ചെയ്യും. അതിനുശേഷം ഓക്കെ ആണെങ്കിൽ അടുത്ത ലൈൻ കമ്പൈലേഷൻ ചെയ്യും. ഇങ്ങനെയാണ് ഇൻ്റർപ്രറ്റർ നടക്കുക. പക്ഷേ കമ്പൈലർ ആണെങ്കിലോ എല്ലാ ലൈൻ ഓഫ് കോഡും വർക്ക് ചെയ്തതിന് ശേഷം ആണ് കമ്പൈലേഷൻ നടക്കുക. ഓക്കെ, ഈ ഒരു ബേസിക് ഡിഫറൻസ് നിങ്ങളുടെ മൈൻഡ്സിൽ ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് കമ്പൈലർ എന്താ, ഇൻ്റർപ്രറ്റർ എന്താ നോക്കാം. ബോത്ത് ടൂൾസ് ആർ ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ടു മെഷീൻ കോഡ്. ഓക്കെ അല്ലേ? ഇനി കമ്പൈലേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക. സോഴ്സ് കോഡ് ഉണ്ട്, നമ്മൾ എഴുതി കൊടുത്തത് ഇത് കമ്പൈലറാണ്. ഓക്കെ, കമ്പൈലർ വർക്ക് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സോഴ്സ് കോഡ് ഉണ്ട്. കമ്പൈലർ വെച്ചിട്ട് മെഷീൻ കോഡാക്കി മാറ്റി ഒരു ഔട്ട്പുട്ട് കിട്ടി അല്ലേ? ഇനി ഇൻ്റർപ്രറ്റർ ആണെങ്കിലോ സോഴ്സ് കോഡ് ഉണ്ട്, നേരിട്ട് കമ്പൈലർ എന്തായി ഔട്ട്പുട്ടാക്കി. മെഷീൻ കോഡിന് ഒരു ട്രാൻസ്ലേഷൻ ഇവിടെ ഇല്ല. കമ്പൈലർ എന്ത് ചെയ്യും? നേരിട്ട് ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കാണിച്ചു തരാണ്. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് ഫീച്ചേഴ്സ്. ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ട്രാൻസ്ലേറ്റ് എൻറ്റയർ പ്രോഗ്രാം അറ്റ് വൺസ് അല്ലേ കമ്പൈലറിൽ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ പ്രോഗ്രാമും ഒരൊറ്റ തവണയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കമ്പൈലർക്ക് അല്ലേ? ഇൻ്റർപ്രറ്ററിലാണെങ്കിലോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഫസ്റ്റ് ലൈൻ കമ്പൈലേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ലൈൻ കമ്പൈലേഷൻ ചെയ്യാൻ കൊടുക്കുകയുള്ളൂ. നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്താ? ക്രിയേറ്റ് എക്സിക്യൂട്ടബിൾ ഫയൽസ് ആണ് കമ്പൈലറിൻ്റെ ഔട്ട്പുട്ട്. റിക്വയർ ഇൻ്റർപ്രറ്റർ ഫോർ എക്സിക്യൂഷൻ അല്ലേ ഔട്ട്പുട്ട്. നെക്സ്റ്റ് സ്പീഡ് ഫാസ്റ്റർ ആയിരിക്കും കമ്പൈലറിന് അല്ലേ? കാരണം ഒരൊറ്റ കോഡ് മൊത്തം ഇപ്പോൾ ഇതിൽ എറർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്കത് കഴിഞ്ഞില്ലേ. മറ്റാണെങ്കിലോ ഒരു ലൈന് ചെക്ക് ചെയ്തതിന് ശേഷം ആണ് അടുത്ത ലൈന് ചെക്ക് ചെയ്യുക, അതിന് ശേഷമാണ് അടുത്ത ലൈൻ ചെക്ക്. അപ്പോൾ ടൈം ഇവിടെ കുറച്ച് അധികം വേണ്ടി വരും. ജനറലി സ്ലോവർ ആയിരിക്കും ആര്? ഇൻ്റർപ്രറ്റർ. നെക്സ്റ്റ് എറർ ഡിറ്റക്ഷൻ ഉണ്ട്. റിപ്പോർട്ട് എറർ ആഫ്റ്റർ ദ കമ്പൈലേഷൻ അല്ലേ? നമുക്കറിയാം ഒരു പ്രോഗ്രാം ഫുള്ള് കമ്പൈലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എറർ റിപ്പോർട്ട് ചെയ്യുള്ളൂ. ഇവിടെ ആണെങ്കിലോ എറർ ഡ്യൂറിങ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഇത് പറയുന്നത് ഡ്യൂറിങ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈനും കമ്പൈലേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? എറർ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, കമ്പൈലറിന് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി ഷാർപ്പ് C++ ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർപ്രറ്ററിൽ വരുന്നത് പൈത്തൺ ജാവാ സ്ക്രിപ്റ്റ് ഒക്കെ എന്താണ് ഇൻ്റർപ്രറ്റർ ലെവലിൽ കമ്പൈലേഷൻ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർപ്രറ്ററിൽ വരുന്നത് പൈത്തൺ ജാവാ സ്ക്രിപ്റ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന സിയും C# ഒക്കെ കമ്പൈലേഷൻ നമ്മൾ കമ്പൈൽ ചെയ്യൽ അല്ലേ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറാണ്. നമുക്ക് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ഇവല്യൂഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 5 ജനറേഷൻ ആയിട്ടാണ് ഇതിനെ മൊത്തത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച സമയം തൊട്ട് ഇന്നേ വരെ നമ്മളൊരു 5 ജനറേഷൻ ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ജനറേഷൻ, അതായത് ഫസ്റ്റ് 1 2 3 4th 5th ജനറേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഓരോ ജനറേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഓരോ ജനറേഷനും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നോക്കുക. ഫസ്റ്റ് ജനറേഷൻ വരുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു. അതായത് ഫസ്റ്റ് ജനറേഷനിൽ ഇപ്പോൾ ചാൾസ് ബബേജിൻ്റെ അനാലിറ്റിക് എഞ്ചിനാണ് ഏകദേശം ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് അല്ലേ.
അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാക്വം ട്യൂബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആയിരുന്നു. നമ്മുടെ ട്രാൻസിസ്റ്ററില്ലേ അല്ലേ, ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് ഇപ്പോൾ ഒരു ഏകദേശം ഈ ഒരു ഡോട്ടിൻ്റെ അത്ര പോകുന്ന സൈസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു IC ഉള്ള മൈക്രോ പ്രോസസ്സറൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് വേണം അല്ലേ, തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് വേണം നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ പകരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് വാക്വം ട്യൂബ്സ്. ഒരു വാക്വം ട്യൂബിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഇല്ലേ അത്ര ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ആയിരക്കണക്കിന് വാക്വം ട്യൂബ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് ടൈം പീരീഡ് 1940 to 56 കാലയളവിലുള്ള സിസ്റ്റത്തിനെയാണ് ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ, അതായത് ട്രാൻസിസ്റ്റേഴ്സ് കണ്ടെത്തിയതോടുകൂടി നമ്മൾ ഈ വാക്വം ട്യൂബിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, 56 to 63 വരെ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ജനറേഷൻ ICs ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ ജനറേഷനിലും കറസ്പോണ്ടിങ് കമ്പോണൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. IC എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലേ. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൽ തന്നെ ഒരുപാട് ഗേറ്റ്സ് ആൻഡ് ട്രാൻസിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ളതാണ് IC അല്ലേ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, ഇനി ICയുടെ വേറൊരു ഫോമാണ് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ഓക്കെ, തൗസൻഡ്സ് ഓഫ് ഗേറ്റ്സ് കൂടി ചേർന്നതാണ് എന്ത്, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അത് ഫോർത്ത് ജനറേഷനിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആണ് എന്ത്, ഫിഫ്ത്ത് ജനറേഷനിൽ വരുന്നത്. ഇതിൻ്റെ കൂടാതെ തന്നെ AI കാര്യങ്ങളൊക്കെ ഫിഫ്ത്ത് ജനറേഷനിലാണ് വരുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്നത് അല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ ജനറേഷനിലും ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ജനറേഷനിൽ ബാച്ച് പ്രോസസ്സിങ് ആയിട്ടാണ്, ബാച്ച് ബൈ ബാച്ച് ആയിട്ടായിരുന്നു എന്ത് ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ വാക്വം ട്യൂബ്സ് ആണ് ആൻഡ് മാഗ്നറ്റിക് ഡ്രമ്മാണ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാക്വം ട്യൂബ്സ് ആണ് ട്രാൻസിസ്റ്റേഴ്സിന് പകരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ചാൾസ് ബബേജ് ഡിസൈൻ ചെയ്ത ഫസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ പേരാണ് അനാലിറ്റിക് എഞ്ചിൻ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ചാൾസ് ബബേജ് ഡിസ്കവർ ചെയ്ത കമ്പ്യൂട്ടറിൻ്റെ പേരാണ് എന്ത്, അനാലിറ്റിക് എഞ്ചിൻ. ഓക്കെ, ഇനി കുറച്ച് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അതൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ പഠിച്ചു പോവുക. ഈ എക്സ്പാൻഷൻ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിന്ന് 1-2 ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ഇയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ യൂണിവാക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ യൂസ്ഡ് കമ്പ്യൂട്ടർ ആയിരുന്നു. കൊമേഴ്ഷ്യലി യൂസ് ചെയ്തിരുന്ന ഫസ്റ്റ് കമ്പ്യൂട്ടറായിരുന്നു യൂണിവാക്ക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. നെക്സ്റ്റ് ENIAC, ഫസ്റ്റ് ജനറൽ പർപ്പസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ ആയിരുന്നു ENIACിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ അല്ലേ, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ENIAC. ആൻഡ് EDVAC ഉണ്ട്, ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ആൻഡ് EDSAC ഉണ്ട്, ഏതാണ് EDSAC, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് കാൽക്കുലേറ്റർ. ഓക്കെ, EDSAC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് കാൽക്കുലേറ്റർ. അപ്പോൾ ഇതൊക്കെ നിങ്ങളിത് കാണാതെ ഒന്ന് പഠിച്ചു പോവുക, അതിൻ്റെ ഫുൾ ഫോംസുകളൊന്ന് നോക്കി പോവുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന പഞ്ച് കാർഡ്സ് ആൻഡ് മാഗ്നറ്റിക് ടൈപ്പ് ആയിരുന്നു. മാഗ്നറ്റിക് ടൈപ്പ് ഫോർ മെമ്മറി പഞ്ച് കാർഡ്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് IBMൻ്റെ 1401, IBMൻ്റെ 7094, CDC 1604, ഹണിവെൽ. 4 സിസ്റ്റംസ് ആണ് സെക്കൻഡ് ജനറേഷനിൽ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ്റെ എക്സാമ്പിൾസ് നോക്കാം, എന്ത് കോമ്പണൻസ് ആണ് യൂസ് ചെയ്തിരുന്നത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ജനറേഷൻ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ ബിൽഡ് ചെയ്തത് തേർഡ് ജനറേഷൻ ഓൺവേർഡ്സാണ്. അപ്പോൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ വന്നിട്ടുള്ളത് തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിലാണ്. ഓക്കെ,
ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആയിരിക്കുന്നു അതിൽ കമ്പോണൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ തന്നെ സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ഓക്കെ, സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ, ഓക്കെ, സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആയിരുന്നു തേർഡ് ജനറേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ സ്കെയിൽ ഇൻ്റഗ്രേഷൻ തന്നെ ഫോർത്ത് ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ വന്ന്, ആൻഡ് ഫിഫ്ത്ത് ജനറേഷനിലേക്ക് വന്നപ്പോൾ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ വന്ന്. അതായത് ഒരു ചിപ്പിൻ്റെ ഉള്ളിലെ നമ്പർ ഓഫ് ഗേറ്റ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ഇത് സ്കെയിൽ ഓഫ് ഇൻ്റഗ്രേഷൻ പറയുന്നത്. ഒക്കെ IC തന്നെയാണ്, പക്ഷേ അതിന് സ്കെയിൽ ഓഫ് നമ്പർ ഓഫ് ഗേറ്റ് കൂടുന്ന സമയത്ത് അതിൻ്റെ ഇൻ്റഗ്രേഷൻ സ്കെയിൽ മാറും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് ജനറേഷൻ ആയിരുന്നു. ഫോർത്ത് ജനറേഷനിൽ ഏത് വെച്ചിട്ടായിരുന്നു അല്ലേ? വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ വെച്ചിട്ടായിരുന്നു ഫോർത്ത് ജനറേഷൻ വർക്ക് ചെയ്യുക. മൈക്രോ പ്രോസസ്സർ ബിൽഡ് ചെയ്തിരുന്നത് ഫോർത്ത് ജനറേഷൻ മുതലാണ്. മൈക്രോ പ്രോസസ്സർ ബിൽഡ് ചെയ്തത് മുതൽ ആയതുകൊണ്ട് ടൈം ഷെയർ ചെയ്യാൻ തുടങ്ങി അല്ലേ? ടൈം ഷെയറിംഗ് ഒക്കെ അപ്രോച്ചബിളായി തുടങ്ങി. റിയൽ ടൈം നെറ്റ്വർക്ക് അപ്രോച്ചബിളായി. ഡിസ്ട്രിബ്യൂട്ടഡ് OS യൂസ് ചെയ്യാൻ തുടങ്ങി ഫോർത്ത് ജനറേഷനിൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം കൂടി, ഫോർത്ത് ജനറേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ലിസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റം. അതായത് ലിസ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഡിവൈസ് ആയിരുന്നു ആര്? ലിസ. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് ഡിവൈസാണ് ലിസ. ഡെവലപ്പ് ചെയ്തത് ആപ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ വരുന്ന മറ്റ് സിസ്റ്റംസാണ് ഇൻ്റൽ 404, ആപ്പിളിൻ്റെ 1 and 2, IBM PC, ഡെൽ ഡെസ്ക്ടോപ്സ് ഒക്കെ ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസൊക്കെ ഉണ്ടല്ലോ, കുറച്ച് മുന്നേ വരെ യൂസ് ചെയ്തിരുന്ന സിസ്റ്റംസൊക്കെ, ഓക്കെ, നിങ്ങൾ ഒരു ചെറുപ്പകാലത്തിലൊക്കെ യൂസ് ചെയ്തിരുന്ന സിസ്റ്റംസൊക്കെ ഫോർത്ത് ജനറേഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ജനറേഷനിൽ AI. ഓക്കെ, AI വന്നത് ഫിഫ്ത്ത് ജനറേഷൻ മുതലാണ്. അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, അതായത് നമുക്ക് നാച്ചുറൽ ലാംഗ്വേജിനെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങിയത്. നാച്ചുറൽ ലാംഗ്വേജിനെ പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാം അല്ലേ? ഇപ്പോൾ ChatGPT ഒക്കെ പോലെ നമുക്ക് അതിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ അതിനനുസരിച്ച് ആ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങി. അത് ഫിഫ്ത്ത് ജനറേഷൻ മുതൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയുന്നത് നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന സിസ്റ്റംസൊക്കെ വന്നു അല്ലേ? AI വന്നതോടുകൂടി. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ടബിൾ ആയിട്ടുള്ളൊരു ഒരു അപ്രോച്ചാണ് IBMൻ്റെ ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റം. അത് ഫസ്റ്റ് കമ്പ്യൂട്ടറാണ് വേൾഡ് ചെസ് ചാമ്പ്യനെ ബീറ്റ് ചെയ്യുന്നത്. വേൾഡ് ചെസ് ചാമ്പ്യനെ ബീറ്റ് ചെയ്ത ഫസ്റ്റ് സിസ്റ്റമാണ് എന്ത്? IBM ഡീപ് ബ്ലൂ. ആ ചാമ്പ്യൻ്റെ പേര് ഗാരി കസ്പറോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെസ് ചാമ്പ്യനെ IBMൻ്റെ ഡീപ് ബ്ലൂ ബീറ്റ് ചെയ്തു. ഇനി നമുക്കിത് നോക്കാനുള്ളത്, ഇതിൻ്റെ കൂടെ തന്നെ നോക്കാനുള്ളത് അലൻ ട്യൂറിംഗ് ആണ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ്. ഓക്കെ, ടൂറിംഗ് മെഷീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടൂറിംഗ് മെഷീൻസ് ഡെവലപ്പ് ചെയ്തത്, അത് ഡിസൈൻ ചെയ്തത് അലൻ ട്യൂറിംഗാണ്. അതായത് AIൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത് അലൻ ട്യൂറിംഗ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഇത്രയാണുള്ളത്. ഇനി നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമുക്ക് വീണ്ടും തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു തവണ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലേ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ടാസ്കിനെ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലേ? എക്സാമ്പിളാണത് MS വേർഡ്, പവർ പോയിൻറ്റ്, VLC മീഡിയ പ്ലെയർ. അതായത് VLC മീഡിയ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് കാണാനേ പറ്റുള്ളൂ അല്ലേ? ടാലി യൂസ് ചെയ്തിട്ട് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ. MS വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിലിം കാണാൻ പറ്റുമോ? ഇല്ല. അത് ഡോക്യുമെൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാംസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്.
ഇനി സിസ്റ്റം റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ VLC മീഡിയ പ്ലെയർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ VLCയുടെ എന്ത് വേണം, ഒരു ഡ്രൈവർ അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. കിട്ടിയാ? അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഡ്രൈവേഴ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പൈലർ, ഇൻ്റർപ്രിറ്ററൊക്കെ അതിൽ വർക്ക് ചെയ്യണം. അത്തരം കാര്യങ്ങളെ നമ്മൾ എന്ത് പറയും, സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. ഒരു സിസ്റ്റം അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ സം സെറ്റ് ഓഫ് പ്രോഗ്രാംസ് റൺ ചെയ്യണം. ആ പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. എന്താ എഴുതിയിട്ടില്ല നോക്കാം. വർക്ക്സ് അറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ഫോർ ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അതിനാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ആൻഡ് കൺട്രോൾ ഹാർഡ്വെയർസ് മാനേജസ്. ഇതിപ്പോൾ അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവേഴ്സ്, കമ്പൈലേഴ്സ് ആൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ്, യൂട്ടിലിറ്റീസ് ഒക്കെ. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? വിൻഡോസ്, ലിനക്സ്, മാക് OS അല്ലേ, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, VLC ഡ്രൈവർ അല്ലേ. ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ആവശ്യമായിട്ടുള്ള ഡ്രൈവേഴ്സ്. കമ്പൈലേഴ്സ്, ഇൻ്റർപ്രിറ്റർ നമുക്കറിയാം, GCC, TurboC ഒക്കെയാണ്. ആൻഡ് യൂട്ടിലിറ്റീസ് ഉണ്ട്, ഡിസ്ക് ക്ലീനപ്പ്, ആൻറ്റിവൈറസ് ടൂൾസ് ഒക്കെ യൂട്ടിലിറ്റീസിലാണ് വരുന്നത് അല്ലേ. ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് ദി സിസ്റ്റം സോഫ്റ്റ്വെയർസാണ്. ഓക്കെ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ലിനക്സ് എന്താ? ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മാക് OS ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ഏതാ? ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ ഇനി കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻവെൻറ്റേഴ്സാണ് അല്ലേ. ഇൻവെൻറ്റേഴ്സാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ നിങ്ങൾക്കറിയാം, ചാൾസ് ബബേജ. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഫാദർ എന്ന് പറയുന്നത്, പിതാവ് എന്ന് പറയുന്നത് സൈമൂർ ഗ്രേ ആണ്. ഓക്കെ, അതൊന്നിങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. സി ലാംഗ്വേജ് അറിയാം, ഡെന്നിസ് റിച്ചിയാണ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാ? വിൻഡ് സർഫ അല്ലേ. നമ്മൾ ബ്രൗസ് ചെയ്യാന്ന് പറയൂലേ ഇൻ്റർനെറ്റിലൂടെ, അതിന് വേറെ ടൈം നമ്മൾ സർഫ് ചെയ്യാന്ന് പറയും. അത് ഇപ്പോൾ വിൻഡ് സർഫ് ആണ് ഇൻ്റർനെറ്റ് കണ്ടെത്തിയത്, അപ്പോൾ അതുകൊണ്ട് എന്താണ് സർഫ് ചെയ്യാന്ന് പറയാം. ഓക്കെ, വേൾഡ് വൈഡ് വെബിൻ്റെ ഫാദർ ആരാ, അതായത് ഇൻവെൻറ്റ് ചെയ്ത ആരാ? ടിം ബേർണേഴ്സ്-ലീ. ഓക്കെ, നിങ്ങൾക്ക് ഈ പേര് ഒന്ന് ഫെമിലിയർ ആക്കാൻ നോക്കുക. വേൾഡ് വൈഡ് വെബ്, നിങ്ങളിതിങ്ങനെ ആലോചിച്ചാൽ മതി. വേൾഡ് വൈഡ് വെബ് 3 ലൈൻ ടേമില്ലേ, ടിം ബേർണേഴ്സ്-ലീ 3 ടേം ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേര് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. വേൾഡ് വൈഡ് വെബ്, ടിം ബേർണേഴ്സ്-ലീ. നെക്സ്റ്റ് ഗൂഗിൾ കണ്ടെത്തിയത് ലാരി പേജാണ് അല്ലേ. സെർജെ ബ്രെയിനും നിങ്ങൾക്കറിയാം. ആപ്പിൾ സ്റ്റീവ് ജോബ്സ്. മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സ്, പോൾ അലൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിൽ ഗേറ്റ്സിനെ കൂടാതെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ അലൻ. ബിൽ ഗേറ്റ്സിനെ എല്ലാവർക്കും അറിയാം, മൈക്രോസോഫ്റ്റിൻ്റെ പോൾ അലൻ. ഓക്കെ, അപ്പോൾ അതുകൂടി നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് കീബോർഡ് ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കേട്ടോ. കീബോർഡ് എന്ന് പറഞ്ഞാൽ QWERTY കീബോർഡ് ഇല്ലേ, നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, മൗസ് ഡഗ്ലസ് എംഗൽബർട്ട്. മൊബൈൽ ഫോണ് മാർട്ടിൻ കൂപ്പറാണ് മൊബൈൽ ഫോണ് ഇൻവെൻറ്റ് ചെയ്തത്. AI ജോൺ മെക്കാർട്ടിയാണ് AI ഡിഫൈൻ ചെയ്തത്. ആൻഡ് വാട്സപ്പിൻ്റെ CEO. ഓക്കെ, വാട്സപ്പ് ആരെ കണ്ടെത്തി? ജോൺ കോവും ആൻഡ് ബ്രയാൻ ആക്ഷൻ കേട്ടോ. ഇൻസ്റ്റഗ്രാം കെവിൻ സിസ്ട്രോം. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇനി ജാവ ഡിസൈൻ ചെയ്തത് ജെയിംസ് ഗൂസ്ലിംഗ് ആണ്. ഈ ജാവയുടെ ആദ്യത്തെ പേര് ജാവ എന്നല്ലായിരുന്നില്ല, ഓക്ക് എന്നായിരുന്നു കേട്ടോ. ഓക്കെ, സൺ മൈക്രോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. സൺ മൈക്രോ സിസ്റ്റത്തിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ജെയിംസ് ഗൂസ്ലിംഗ് ആണ് ജാവ ഡിസൈൻ ചെയ്തത്, ഫോർമലി നോൺ ആസ് ഓക്ക്. ഓക്കെ, വിക്കിപീഡിയ ജിമ്മി വെയിൽസ് ആണ് ആൻഡ് ലാരി സാങ്കർ ആണ് വിക്കിപീഡിയ. ഇത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു വിക്കിപീഡിയൻ്റെ ആരാണ് കേട്ടോ. ഓക്കെ, ഇനി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് IT കമ്പനീസ് ഉണ്ട്. ആ IT കമ്പനീസിൻ്റെ CEO
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റിൻ്റെ സത്യ നടേല, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതൊക്കെ. സത്യ നടേല. ആപ്പിളിൻ്റെ ടിം കുക്ക്. IBM അരവിന്ദ് കൃഷ്ണ. മെറ്റ മാർക്ക് സുക്കർബർഗ് അറിയാം. ചാറ്റ് GPTയുടെ സാം അൾട്ട്മാൻ. ഓക്കെ, സാം അൾട്ട്മാൻ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോ, ഇതൊക്കെ നോട്ട് ചെയ്തോ കേട്ടോ. ഡീപ് ബ്ലൂ ചാറ്റ് GPTക്ക് ഭീഷണിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഡീപ് ബ്ലൂ ചൈനൻ്റെ ആണ്. ഡീപ് ബ്ലൂ. ലിയാങ് വെങ്ഫെങ് ചൈന ഡെവലപ്പ് ചെയ്താണ് അല്ലേ. ചൈന ഡെവലപ്പ് ചെയ്താണ് ഡീപ് ബ്ലൂ. ഡീപ് സീക്ക് കേട്ടോ, ഡീപ് സീക്ക്. ലിയാങ് വെങ്ഫെങ്. ചാറ്റ് GPT സാം അൾട്ട്മാൻ. അത് കറക്റ്റായിട്ട് നോക്കി പോവാം. ഗൂഗിളിൻ്റെ CEO ആരാ? സുന്ദർ പിച്ചൈ. ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചൈ. ഇത് നമ്മൾ പറയുന്നത് CEO കേട്ടോ, CEO ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ CEO. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി ആ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആരാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി പോവാം. ഇൻവെൻറ്റേഴ്സ് അല്ല. മൈക്രോസോഫ്റ്റിൻ്റെ സത്യ നടേല, ആപ്പിൾ ടിം കുക്ക്, IBM അരവിന്ദ് കൃഷ്ണ, മെറ്റ മാർക്ക് സക്കർബർഗ്, ചാറ്റ് GPT സാം അൾട്ട്മാൻ, ഡീപ് സീക്ക് ലിയാങ് വെങ്ഫെങ്, ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചൈ. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ ഇപ്പം നമ്മൾ ഒരു ആപ്പിൾ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആപ്പിൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ OS ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന OS ആണ് ഏത്? സെക്കോയ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ജൂൺ 20, 2024 ഈ സെക്കോയ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസ് ചെയ്തത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ജൂൺ 9 ആപ്പിളിൻ്റെ OS റിലീസ് ചെയ്തിട്ടുണ്ട്. പുതിയ OS റിലീസ് ചെയ്തിട്ടുണ്ട്, ടാഹോ. ഓക്കെ, ടാഹോ എന്ന് പറഞ്ഞാൽ ജൂൺ 9 റിലീസ് ചെയ്ത 2025 റീസെൻ്റ്ലി റിലീസ് ചെയ്ത ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടാഹോ. ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് സെക്കോയാണ്. ഇനി സെക്കോയിൽ നിന്ന് ടാഹോയിലേക്ക് മാറും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു 2-3 വർഷം മുന്നേ. സ്നോ ലിയോപ്പാർഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അതായത് ആപ്പിളിൻ്റെ മാക് OSൻ്റെ ഒരു വേർഷൻ ആയിരുന്നു സ്നോ ലിയോപ്പാർഡ്. അപ്പം നമുക്കറിയാം, അപ്പോൾ 3 വേർഷൻസ് അറിയാം അല്ലേ. സ്നോ ലിയോപ്പാർഡ്, സെക്കോയ, ടാഹോ. ഓക്കെ, അതിനുശേഷം ലിയോപ്പാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷൻസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറേ മുന്നേ ഇറങ്ങിയതാണ് സ്നോ ലിയോപ്പാർഡ് കേട്ടോ. സെക്കോയ, ടാഹോ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ 3 മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ചാറ്റ് GPT. ഓക്കെ, ചാറ്റ് GPT എന്ത് സംഭവം? നമ്മൾ ഒരു ലാംഗ്വേജ് കൊടുക്കുക അല്ലേ. ഒരു നാച്ചുറൽ ലാംഗ്വേജിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാറ്റ് ബോട്ട് പോലെ വർക്ക് ചെയ്യുന്നതാണ് ചാറ്റ് GPT. ഇത് ഓപ്പൺ AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. ഡെവലപ്ഡ് ബൈ ഓപ്പൺ AI ട്ടാ. ഇതിൻ്റെ CEO സാം അൾട്ട്മാൻ ആണ്. ഓക്കെ, ചാറ്റ് GPTയിലെ GPTൻ്റെ ഫുൾ ഫോം എന്താ? ഒന്ന് നോട്ട് ചെയ്തോ. ചാറ്റ് GPTൻ്റെ GPT ഫുൾ ഫോം ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തിരുന്ന ഇപ്പോൾ ചാറ്റ് GPT 4o ആണ് എന്ത് റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന വേർഷൻ കേട്ടോ. GPT 4. അതായത് ഇപ്പോൾ ഈ GPT എന്ന ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമറാണ്. ഇതൊരു AI ടൂളാണ്. ഓക്കെ, ചാറ്റ് GPTയിൽ മാത്രമല്ല യൂസ് ചെയ്യുക, അപ്പോൾ ഗൂഗിളിൽ യൂസ് ചെയ്യും, അവർ യൂസ് ചെയ്യും. അതായത് ഇതൊരു അൽഗോരിതമാണ്. ഈ അൽഗോരിതത്തിലെ ചാറ്റ് GPT യൂസ് ചെയ്യുന്ന വേർഷനാണ് GPT 4o കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ GPT 4o ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാറ്റ് GPTൻ്റെ കമ്പനി അതാ ഓപ്പൺ AI, ഡെവലപ്പ് ചെയ്തത് സാം അൾട്ട്മാൻ. അതിൻ്റെ ഫുൾ ഫോം അറിയാം, അതിൻ്റെ വേർഷൻ അറിയാം. ഓക്കെ, ഇനി നമ്മൾ മദർ ബോർഡിലേക്ക് വരുന്ന സമയത്ത് മദർ ബോർഡിൽ എക്സ്പാൻഷൻ കാർഡുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ എക്സ്പാൻഷൻ കാർഡുകളാണ് ഇത് സൗണ്ട് കാർഡ്. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട് കാർഡ് അറ്റാച്ച് ചെയ്യാം അല്ലേ. ഗ്രാഫിക്സ് കാർഡ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ഇതൊക്കെ അല്ലേ. ഇഥർനെറ്റ് പോർട്സ് കാര്യങ്ങളൊക്കെ ഇതിലാണ് നമ്മൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് കേബിൾസ് ആണ് ഇതൊക്കെ. RJ45 എന്ന് പറഞ്ഞ കേബിൾ, നമ്മൾ ഇഥർനെറ്റ് കേബിൾ ഉണ്ടല്ലോ അല്ലേ. നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇങ്ങനെ പ്ലഗ് ആയിട്ടുള്ള ഒരു കേബിൾ നിങ്ങളെ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഒരു റൗട്ടറിൻ്റെ അടുത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഇഥർനെറ്റ് കേബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ പേര് RJ45 ആണ്.
നെക്സ്റ്റ് RJ11 എന്ന് പറഞ്ഞാൽ ടെലിഫോണിക് കേബിളാണ്. നമ്മുടെ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ലാൻഡ് ലൈൻ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കേബിളിനാണ് RJ11 എന്ന് പറയാം. RJ59 കേബിൾ TV, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കേബിൾ TV ഇല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ വയേഴ്സാണ് ഇത് RJ59 കേബിൾ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നെക്സ്റ്റ് SMB, നമ്മളെ സിസ്റ്റത്തിലേക്ക് പവർ കൊടുക്കുമ്പോൾ ആ പവറിനെ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള പവറാക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അതായത് നമുക്ക് ലൈൻ, ഇപ്പം നമ്മുടെ ഒരു കറണ്ട് ലൈനിൽ നിന്നാണല്ലോ നമുക്ക് എന്ത് വരിക, കറണ്ട് വരിക അല്ലേ. അത് AC കറണ്ട് ആയിരിക്കും, ആൾട്ടർനേറ്റീവ് കറണ്ട് ആയിരിക്കും അല്ലേ. ഒരു മെയിൻലി ഇൻപുട്ട് വരുന്നത്. അതിനെ നമുക്ക് സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ DC ഔട്ട്പുട്ട് ആക്കിയിട്ടാണ് നമുക്ക് സിസ്റ്റം കിട്ടുക അല്ലേ, സിസ്റ്റത്തിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ AC-നെ DC ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ആരെയും SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ കറണ്ട് ശരിക്കും എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ഒരു ആൾട്ടർനേറ്റീവ് കറണ്ട് ആയിരിക്കും വരിക. ഇതിനെ ഒരു ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആര്, SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ഓക്കെ, അതായത് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ഒപ്റ്റൈൻഡ് കൺട്രോൾഡ് DC സപ്ലൈ കിട്ടും. AC-നെ കൺട്രോൾഡ് DC സപ്ലൈ കിട്ടും. ഇത് വർക്ക് ചെയ്യുന്നത് ചോപ്പർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അതായത് ഈ വർക്ക് ചെയ്യേണ്ട ഇതിൻ്റെ പ്രിൻസിപ്പിളാണ് SMPS-ൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോപ്പർ പ്രിൻസിപ്പിൾ. ഓക്കെ, ചോപ്പർ പ്രിൻസിപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻപുട്ട് ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ്, എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇത് കാര്യത്തിൽ പറയാനൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെ അറിയാം അല്ലേ. കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെന്ന്. എന്താണ് ഇൻപുട്ട് ഡിവൈസ് ആണ്? ഒരു സിസ്റ്റം ഉണ്ടാവും, സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുക. സിസ്റ്റം പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ടാണ്. അപ്പോൾ നമുക്ക് സ്കാനറാണ് ഇതിലൊരു പ്രശ്നം വരുന്നത്. സ്കാനർ എന്താ? സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് കൊടുക്കുക അല്ലേ. ഇപ്പോൾ എനിക്കൊരു പേപ്പർ ഉണ്ട്, ഈ പേപ്പറിന് സിസ്റ്റത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കാനർ വെച്ചിട്ടാണ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ എന്താണ്, സിസ്റ്റത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്കാനർ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റർ ഉണ്ട്. പ്രിൻ്ററും എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് അല്ലേ. സ്കാനറും പ്രിൻ്ററും കൂടിയുള്ള ഡിവൈസുകൾ ഉണ്ടാവും. അത് ഇൻപുട്ട് ഡിവൈസായിട്ട് ആക്കിയും സ്കാനറിൻ്റെ പാർട്ട്, ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് പ്രിൻ്ററിൻ്റെ പാർട്ട് ഔട്ട്പുട്ട് ഡിവൈസാക്കി ആക്കിയും അല്ലേ. മൈക്രോഫോൺ ഇൻപുട്ടാണ്. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം, മോണിറ്റർ, പ്രിൻ്റർ, ഹെഡ്ഫോൺസ്. നമുക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്ത ഔട്ട്പുട്ടിനെ യൂസേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റംസാണ് ആര്, ഇൻപുട്ട് ഡിവൈസസ് ആർ. ഇവിടെ സം ഇൻപുട്ട് അല്ല, സം ഔട്ട്പുട്ട് ഡിവൈസസ് ആർ ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിൻ്റർ, ഹെഡ്ഫോൺ, കമ്പ്യൂട്ടർ, സ്പീക്കർ, പ്രൊജക്ടേഴ്സ്, GPS, സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇനി നമുക്ക് ഒരു പ്രിൻ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി പറയുന്നത് DPI വെച്ചിട്ടാണ്, ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂണിറ്റ് വെച്ചിട്ടാണ്. റെഫേഴ്സ് ടു ദ, അപ്പോൾ ഇത് DPI എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യത. ഡോട്ട്സ് പെർ ഇഞ്ച് എന്നാണ് കേട്ടോ. റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് ഇങ്ക് ഡോട്ട്സ് എ പ്രിൻ്റർ ക്യാൻ പ്ലേസ് വിത്തിൻ 1 ഇഞ്ച്. ഒരു 1 ഇഞ്ച് പ്ലേസിൽ എത്ര ഇങ്ക് ഡോട്ട് ഉണ്ടാവും, അതാണ് ഡോട്ട്സ് പെർ ഇഞ്ച്. ഹയർ DPI പ്രിൻ്റർ ക്യാൻ പ്രൊഡ്യൂസ് മോർ ഡീറ്റെയിൽഡ് ആൻഡ് ആക്യുറേറ്റ് പ്രിൻ്റ്. അതായത് ഇവിടെ നമ്പർ ഓഫ് ഇങ്ക് ഡോട്ട്സ് കൂടിക്കഴിഞ്ഞാലല്ലേ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രിൻ്റ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതാണ്. നെക്സ്റ്റ് നമുക്ക് പ്രിൻ്ററിൻ്റെ സ്പീഡ് കണക്കാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് എന്ത്, PPM, പേജസ് പെർ മിനിറ്റ്. അതായത് ഒരു മിനിറ്റിൽ 1 മിനിറ്റിൽ എത്ര പേജ് ഉണ്ടാവും എന്ന് നോക്കാം. 1 മിനിറ്റിൽ എത്ര പേജസ്, ഇതാണ് എന്ത്, PPM, പേജസ് പെർ മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം, അപ്പോൾ സ്പീഡ് കാണാനുള്ള യൂണിറ്റ് PPM ആണ്, പേജസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിലാട്ടോ, കാരണം പേപ്പറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡിലൊന്നല്ല വരിക അല്ലേ. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര
പേർപ്പസ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതാണ് ഒരു പ്രിൻ്ററിൻ്റെ സ്പീഡ് കണക്കാൻ. പ്രിൻ്ററിൻ്റെ ക്വാളിറ്റിയോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് DPI അല്ലേ, DPI. അപ്പോൾ DPI എന്താ നോക്കുക, ആൻഡ് PPM എന്താ നോക്കുക, ഡോട്ട്സ് പെർ ഇഞ്ച് പേപ്പർ പെർ മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ജനറൽ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇതൊന്ന് ഈ കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്യുക, ഒരു 2-3 തവണ ഇതൊന്ന് നോക്കി പോവുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.